നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്ത് മരവിപ്പിക്കൽ നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 29 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ച് അടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ്. CPMന്റെ 8 ബാങ്ക് അക്കൗണ്ടുകളിലും ഇതിലുണ്ടായിരുന്ന 70 ലക്ഷത്തിലധികം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട്. CPMനോടുകൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് EDയുടെ പ്രധാന നീക്കം. ED നടപടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും വിശദീകരിച്ചിട്ടുണ്ട്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവിലും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത്. കരുവന്നൂർ ബാങ്കിൽ CPMന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഈ കേസിൽ CPMനെ പ്രതിയാക്കുന്നതും സ്വത്ത് കണ്ടുകെട്ടുന്നതും ആദ്യമായാണ്. ഇത് ഉൾപ്പെടെ 10 പ്രതികളുടെ 29 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയിട്ടുള്ളത്. പുറത്തേശ്ശേരിയിലെ വസ്തു CPM ലോക്കൽ കമ്മിറ്റിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ MM വർഗീസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണിത്. സെന്റിന് 10 ലക്ഷം രൂപയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. യഥാർത്ഥ വില ഇതിലും കൂടുതലാണ് എന്ന സൂചനയുണ്ട്. 8 അക്കൗണ്ടുകളിലെ തുക കണ്ടുകെട്ടി. 2 തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപമാണ്. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള 2 അക്കൗണ്ടുകളും കണ്ടുകെട്ടിയിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റിയുടേതാണ് മറ്റ് അക്കൗണ്ടുകൾ. CPM സംസ്ഥാന നേതൃത്വം അടക്കം അറിഞ്ഞാണ് വായ്പാ തട്ടിപ്പ് നടത്തിയത് എന്ന് ED കൊച്ചിയിലെ കള്ളപ്പണ വിനിമയ നിരോധന നിയമം കൈകാര്യം ചെയ്യുന്ന കോടതിയെ അറിയിച്ചിരുന്നു. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള ഈ അംഗങ്ങളല്ലാത്തവർക്കുമെതിരെ കോടതികൾ വായ്പ നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CPMന്റെ തൃശൂരിലെ 4.8 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. നികുതി റിട്ടേണിൽ കാണിക്കാത്ത തുകയെന്ന നിലയിലാണ് മരവിപ്പിച്ചത്. അറസ്റ്റിലായ CPM മുൻ നേതാവ് PR അരവിന്ദാക്ഷനാണ് തട്ടിപ്പിലെ മുഖ്യ ആസൂത്രകനെന്നാണ് ED പറയുന്നത്. എന്തായാലും ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ ഇത് നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാർട്ടി ആസ്ഥാനം പിടിച്ചെടുക്കാനാണ് ED നീങ്ങുന്നത്. അതാണ് EDയുടെ ലക്ഷ്യം അടക്കമുള്ള വിമർശനവും ഉയരുകയാണ്.